എന്നെ മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ കുറേയൊക്കെ ഉള്ളിലൊതുക്കി. കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവനോട് പോലും അതെല്ലാം പറയുന്നത്. അവളെ ഇപ്പൊ ശരിയാക്കി തരാം. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ശരിയാക്കി തരാം. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി പോയി. ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീലെങ്കിൽ ഡീൽ ചെയ്യട്ടെ. അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇതിലും വലിയ വെടി സ്വപ്നങ്ങളിൽ മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ അവനവന്റെ കാര്യം അല്ല, അങ്ങനെയല്ലടി. ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നും അല്ല. എന്തൊരു നാണം കെട്ട പരിപാടി ഇത്. അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. ഞാനൊന്ന് പറയട്ടെ ബായ്. അതുപോലെ അനിയത്തിയുടെ കരിയർ ഞാൻ എങ്ങനെ നശിപ്പിക്കുന്നത്? ഞാൻ അവളുടെ കയ്യിൽ ഗ്രീൻ ഹൗസിൽ നിൽക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. നീ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കൽ തന്നെയാണ്. അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പൊ അവക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നല്ലോ. അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നത്. അയ്യോ, അപ്പൊ ട്രൈ ചെയ്തില്ലെന്ന് പറയല്ലേടി. അപ്പൊ ട്രൈ ചെയ്തായിരുന്നു, കുറെ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു. അല്ല, കഷ്ടം. പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ പറയാതിരിക്കുന്നു? അത് പറയേണ്ട കാര്യമല്ല. ഇങ്ങനെ ഒരു ജന്മം. ഞാനും അനിയത്തിയും തമ്മിൽ സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. അമ്മയാണെങ്കിൽ ഇതിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നം വഷളാക്കിയത് അമ്മ ഒരാളാണ്. അതെ, ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് മനസ്സിലായി ഇവൾ ആക്ച്വലി വീട്ടിലെ കാര്യങ്ങൾ വീഡിയോ ആക്കി പ്രോപ്പറായിട്ട് അവളുടെ സൈഡിൽ നിന്ന് സേഫ് ആക്കുവാണ്. അത് നാളെ അവളുടെ പേജിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അവൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ടോ വരുമെന്ന് മനസ്സിലായി. എന്തൊരു ദീർഘവീക്ഷണം. അതിനകത്തും അവള് കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി ഇത് കാണുന്നില്ല. ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഇവള് ഫോണും വെച്ചിട്ടാണ്, ഫോൺ ഓണാക്കി ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് ഈ കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നല്ലോ. അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നത്. അയ്യോ, അപ്പൊ ട്രൈ ചെയ്തില്ലെന്ന് പറയല്ലേടി. അപ്പൊ ട്രൈ ചെയ്തായിരുന്നു, കുറെ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു. ഇതില് നല്ലത് ഉടളയ്ക്കാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ ചായ.